ജീവിതത്തിൽ എല്ലാം നല്ലതാകുമ്പോഴല്ല, എന്തൊക്കെ സംഭവിച്ചാലും അതിൻ്റെ നല്ല വശങ്ങൾ മാത്രം തിരഞ്ഞെടുക്കുമ്പോഴാണ് നമ്മൾ സന്തോഷത്തിലെത്തിച്ചേരുന്നത്. ജീവിതത്തെ സന്തോഷത്തോടെ നയിക്കണം എന്നതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. അല്ലാതെ ജീവിതം എളുപ്പമാകണം എന്ന് നമ്മൾ ചിന്തിക്കരുത്. അനുഭവിക്കുന്ന സന്തോഷങ്ങളിൽ നിന്നും ദുഃഖങ്ങളിൽ നിന്നും ഒരുപോലെ പാഠങ്ങൾ ഉൾക്കൊള്ളുക. മിത്രത്തിൽ നിന്ന് ശത്രുവിലേക്കുള്ള ദൂരം ഒരു വാക്കാണ്. ശത്രുവിൽ നിന്ന് മിത്രത്തിലേക്കുള്ള ദൂരം ഒരു പുഞ്ചിരിയാണ്. ഒരാളെ അപമാനിക്കുന്നതിന് മുൻപ് ചിന്തിക്കുക, നിങ്ങളുടെ ബഹുമാനം നഷ്ടപ്പെടാൻ പോകുന്നു. കൂടുതൽ വെളിച്ചം നിങ്ങളെ അന്ധനാക്കും. കുറച്ചിരുട്ടും അത്യാവശ്യമാണ്. ജീവിതവും അതുപോലെയാണ്. സന്തോഷത്തിന്റെ കൂടെ ദുഃഖവും ഉണ്ടെങ്കിൽ മാത്രമേ ജീവിതം ആസ്വാദ്യകരമാവുകയുള്ളൂ. ഉറപ്പുള്ളതിനെ ഒഴിവാക്കി ഉറപ്പില്ലാത്തതിന്റെ പുറകെ പോകുന്നവർക്ക് നിശ്ചയമായും നഷ്ടം മാത്രമേ സംഭവിക്കൂ. എല്ലാ മനുഷ്യർക്കും കുറവുകളുണ്ട്. എല്ലാ ജീവിതങ്ങൾക്കും സങ്കടങ്ങളുണ്ട്. ഉള്ളതെന്താണോ അത് സന്തോഷത്തോടെ അംഗീകരിക്കുക. ആരിലും കൂടുതൽ വിശ്വാസം അർപ്പിക്കാതെ ഒറ്റയ്ക്കാണ് എന്ന വിശ്വാസത്തിൽ ജീവിക്കുക. നമ്മൾ സ്നേഹിക്കുന്നവരല്ല, നമ്മളെ സ്നേഹിക്കുന്നവരെ മനസ്സിലാക്കുക. നമ്മുടെ ചിന്തകളാണ് നമ്മെ നയിക്കുന്നത്. വിജയകരമായ ജീവിതത്തിന് വസ്തുനിഷ്ഠമായ ചിന്തയാണ് വേണ്ടത്. നമ്മുടെ ചിന്തയും ഭാവനയുമാണ് നമ്മുടെ വഴികാട്ടികൾ. അടുത്ത സുഹൃത്തുക്കൾ തമ്മിൽ ചെറിയൊരു അകലമുണ്ടായിരുന്നതും അയൽവാസികൾക്കിടയിൽ ഉയരമുള്ള മതിലുകൾ ഉണ്ടായിരിക്കുന്നതും നല്ലതാണ്. ആളുകളെക്കുറിച്ചുള്ള സ്വന്തം വിശ്വാസങ്ങൾ മാറ്റുന്നതിനേക്കാൾ വസ്തുതകൾ വളച്ചൊടിക്കുവാനാണ് പലരും കൂടുതൽ ശ്രമിക്കാറുള്ളത്. ഓരോ മനുഷ്യനും തൻ്റെ കാഴ്ചപ്പാടിൻ്റെ അതിരുകൾ താൻ ജീവിക്കുന്ന ലോകത്തിൻ്റെ പരിമിതിക്കൊത്ത് വെട്ടിച്ചുരുക്കുന്നു. ഉത്തരവാദിത്വം എന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അഭിമുഖീകരിച്ചേക്കാവുന്ന ഏത് സാഹചര്യത്തെയും ആത്മവിശ്വാസത്തോടെ അഭിമുഖീകരിക്കാൻ കഴിയുക എന്നതാണ്. അശുഭ വിശ്വാസി എല്ലാ അവസരങ്ങളിലും പ്രതിസന്ധി കാണുന്നു. ശുഭാപ്തി വിശ്വാസി എല്ലാ പ്രയാസങ്ങളിലും അവസരം കാണുന്നു. സഹായിച്ചവരെ ഒരിക്കലും മറക്കരുത്. ചതിച്ചവരോട് പ്രതികാരവും അരുത്. ഒന്നു മാത്രം ഓർമ്മയിൽ സൂക്ഷിക്കുക, ചതിക്കാനും സഹായിക്കാനും ആർക്കും രണ്ടാമതൊരു അവസരം ഉണ്ടാക്കി കൊടുക്കരുത്. മാതാപിതാക്കളെ ഉപേക്ഷിച്ച് മറ്റൊരാളോടൊപ്പം പോകുന്ന സ്ത്രീകൾ ഉറപ്പായും ജീവിതത്തിൽ തോൽവി നേരിടും. നിങ്ങളുടെ മനസ്സ് എങ്ങനെയാണോ അതുപോലെയാണ് ലോകവും. അതിനാൽ എപ്പോഴും നല്ലതിനെക്കുറിച്ച് ക്രിയാത്മകമായി ചിന്തിക്കുക. നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് നന്ദി. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.